പ്രാണോർജ്ജത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് എല്ലാവരും മനസ്സിൽ വെക്കേണ്ടതാണ്. കാരണം നമ്മളിപ്പോൾ ദുഃഖിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു പ്രത്യേക വിഷയത്തിൽ പിന്നെ എനിക്ക് ദുഃഖം വരില്ലേ എന്നൊക്കെ തോന്നാം, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരില്ലേ. പക്ഷേ ആരോടും ഇതൊന്നും ചോദിക്കാനും പറയാനും ഇല്ല. കാരണം നമ്മൾ ദുഃഖിച്ചാലും ദേഷ്യപ്പെട്ടാലും എത്രത്തോളം ഭയത്തിലിരുന്നാലും എല്ലാം അവനവന് മാത്രമാണ് നഷ്ടം. നമ്മളിങ്ങനെ പ്രാണോർജ്ജം ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, നമുക്ക് ഒരു അളവും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയുള്ള 2-3 കഷ്ണം പേപ്പറായിരിക്കാം പറന്നു പോകുന്നുണ്ടാവുക. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പറന്നു പോകുമായിരിക്കാം. പക്ഷെ ഒരു കൊടുങ്കാറ്റാണ് വരുന്നതെങ്കിലോ ഇവിടെ പിന്നെ ഒന്നും ഉണ്ടാവില്ല. എന്താ പറന്നു പോവില്ല, എന്താ ബാക്കി ഉണ്ടാവും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതേപടിയാണ് ഈ സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ. അതായത് നമുക്കിപ്പോൾ വല്ലപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായി, വല്ലപ്പോഴും ഒരു ഉത്തേജനം ഉണ്ടായി എന്ന് പറയുന്നത് പോലെയല്ല, എല്ലായ്പ്പോഴും നമ്മളൊരു സ്ട്രെസ്സിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരു എനർജി ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരു എത്തും പിടി ഉണ്ടാവില്ല, എന്തോരം പോയി എന്തോരം ബാക്കിയുണ്ട് ഇതൊന്നും. അപ്പോൾ ഒരു പ്രത്യേക അളവ് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ, എന്നിട്ടും നമ്മൾ ഈ ടെൻഷനൊന്നും അവസാനിപ്പിക്കാൻ ഭാവമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ശരീരം തടയിടും. ആ തടയിടുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനി ടെൻഷൻ അടിക്കാൻ പറ്റില്ല, ഇനി ടെൻഷൻ അടിക്കാൻ തുടങ്ങിയാൽ നല്ല തലവേദന ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇനി ടെൻഷൻ അടിക്കാൻ ഞാൻ ഈ മെമ്മറി ഒന്നും തരില്ല, ഞാൻ ഈ മെമ്മറിയൊക്കെ കട്ടാക്കി കളയും, എന്തെങ്കിലുമൊക്കെ കാരണമൊക്കെ ഉണ്ടാക്കി ശരീരം വീണ്ടും നമ്മളെ രക്ഷിക്കാനായിട്ട് നോക്കും. അപ്പോൾ അവിടെ നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമാണ് ശരീരത്തിന് ഈ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങേണ്ടി വരുന്നത്. വീണ്ടും അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയും, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് കൂടിയ നടപടി വേണ്ടി വരില്ല. അപ്പോൾ ഈ ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കൊട് എന്ന് പറയുന്ന പോലെയാണ് ശരീരം നമ്മളെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചൊല്ലിത്തരുന്നുണ്ട്, ചെറിയ തലവേദന വന്നു, ചെറിയ വയറിന് പ്രശ്നം, അല്ല ചെറിയ കഴുത്ത് വേദന, ചെറിയ നടുവേദന, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ് ഈ ചൊല്ലിക്കൊടുക്കൽ. ഇനി നുള്ളിക്കൊടുക്കും കുറേ നാൾ കഴിയുമ്പോൾ. അതായത് വേദനയൊക്കെ ഇത്തിരി നീരൊക്കെ കൂട്ടി, ഇത്തിരി വേദനയൊക്കെ കൂട്ടി, ക്ഷീണം കൂട്ടി, എന്നിട്ടും മനസ്സിലാകാതെ വരുമ്പോഴാണ് തല്ലി കൊടുക്കുമ്പോൾ ഇനി അവിടെ ഇരിക്കുക, ഇനി നീ എവിടെയും പോകണ്ട, മുട്ടിന് നല്ല വേദന ഉണ്ടാക്കി, അല്ലെങ്കിൽ വയറിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ നടുവിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ശരീരത്തെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാനായിട്ട് വിടരുത്. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധി ഉപയോഗിച്ച് എന്തുകൊണ്ട് നമുക്ക് അവനവന് വേണ്ടി പ്രവർത്തിച്ചുകൂടാ? അങ്ങനെയാണെങ്കിൽ രോഗങ്ങളില്ല. സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് എല്ലാ കെൽപ്പുമുണ്ട്, എല്ലാ ശേഷിയുമുണ്ട്, അത് വിനിയോഗിക്കാം.